ബാലരാമപുരത്ത് കൊല ചെയ്യപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക തട്ടിപ്പിൽ ആകെ 10 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു കേസിലാണ് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ദേവസ്വം ബോർഡ് സെഷൻസ് ഓഫീസർ എന്ന പേരിൽ ഇയാൾക്ക് വ്യാജ നിയമന ഉത്തരവ് നൽകി. എസ്.പിയുടെ വാക്കുകളിലേക്ക്. 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളത് ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ കൊലപാതക കേസിൽ ആകെ ദുരൂഹതയാണല്ലോ. അവസാനം ഈ മരിച്ച കുട്ടിയുടെ അമ്മ സാമ്പത്തിക തട്ടിപ്പ് കേസിലകത്താകുകയാണ്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജേഷ്, തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ ഇവരെ ഇവിടെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം വാങ്ങിയിരുന്നു എന്നാണ് നമുക്ക് പോലീസിൻ്റെ അന്വേഷണത്തിലും പരാതികളിലൂടെയും മനസ്സിലാക്കുന്നത്. ഏകദേശം 10ഓളം പരാതികൾ ഇവർക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 10 പരാതികളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തത വരുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. അവ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് എന്നാണ് അറിയുന്നത്. ഇന്ന് ഷിജു എന്നൊരു വ്യക്തി നൽകിയിരിക്കുന്ന പരാതിയിലാണ് അയാളിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടി എന്ന പരാതിയിലാണ് ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപ തട്ടി എന്ന പരാതിയിലാണ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കേസിൽ മാത്രം 10 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതും. ഇതിൻ്റെ പേരിൽ തന്നെ സെഷൻ ഓഫീസർ എന്ന് കാണിച്ചുകൊണ്ട് ഇവർക്ക് ഡ്രൈവറായി നിയമനം നൽകുന്നതിനുള്ള ഉത്തരവ് സഹിതം, വ്യാജ ഉത്തരവ് സഹിതം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലും ഒപ്പം തന്നെ ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. അതുമായി ഈ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അക്കാര്യവും നമ്മൾ എസ്.പിയോട് ചോദിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി അമ്മയ്ക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് അതുകൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള നേരത്തെ തന്നെ ഇവർ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ആ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർന്ന് വന്ന ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കൂടുതൽ പേരുടെ പരാതികൾ, കൂടുതൽ പേർ ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 10ഓളം പേർ ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവയൊക്കെയും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എസ്.പി വ്യക്തമാക്കിയത്. എന്നാൽ ഇവയെല്ലാം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളാണോ എന്നത് സംബന്ധിച്ചും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ ഓഫീസറുടെ പേരിൽ ഉത്തരവ് നൽകുകയും വ്യാജ ഉത്തരവ് നൽകുകയും ഒപ്പം തന്നെ 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഒപ്പം തന്നെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവരെ ഇന്നും പോലീസ് ഇവിടെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്രീധുവിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ശ്രീധുവിൻ്റെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തുതന്നെയായാലും 2 കേസിലും ഇപ്പോൾ ഇവർക്കെതിരെ 3ഓളം പരാതികൾ ഈ സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും കൂടുതൽ പരാതികൾ ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവരുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏകദേശം 4ഓളം സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പറയത്തക്ക രീതിയിലേക്കുള്ള അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. രജിത്ത്, ശ്രീധുവിന് എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘവുമായി ഉണ്ടായത് എന്ന കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ പോലീസ്? മാത്രമല്ല, ശ്രീധുവിനും കുടുംബത്തിനുമൊക്കെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തുടക്കത്തിലേ തന്നെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിരുന്നു. അവരുടെ ജീവിത സാഹചര്യവും അങ്ങനെയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ മറ്റുള്ളവരിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെ പോയി എന്ന തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണല്ലോ. തീർച്ചയായും ഈ കേസിന് മുന്നോടിയായി തന്നെ, ഈ കുട്ടിയുടെ മരണത്തിന് മുമ്പ് തന്നെ ശ്രീധു തൻ്റെ 30 ലക്ഷം രൂപയുടെ തൻ്റെ പേരിൽ ഉണ്ടായിരുന്ന 30 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി നിലനിൽക്കെയാണ് പിറ്റേ ദിവസം കുട്ടിയുടെ മരണം ഉൾപ്പെടെ ഉണ്ടാകുന്നതും. ആ പരാതിയിന്മേലാണ് പോലീസിൻ്റെ അന്വേഷണം. ആ പരാതിയും അതിനുശേഷം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ
നമുക്കറിയാവുന്ന പോലെ തന്നെ ആ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടിയുടെ മരണവും ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു. അതേ സമയത്തും ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോൾസിന് 30 ലക്ഷം രൂപ നൽകി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ആ 30 ലക്ഷം രൂപ ജോൾസിൻ പലർക്കായി നൽകിയിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ജോൾസിനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി വിശദമായി തന്നെ 2 ദിവസമായി ചോദ്യം ചെയ്തത്. ആ 2 ദിവസത്തെ ചോദ്യം ചെയ്യുന്നതിന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരെ ഇന്ന് ചോദ്യം ചെയ്യലിനായി വീണ്ടും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. അതേ സമയത്ത് തന്നെ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ ഉണ്ടായിരുന്നു. 3ഓളം പരാതികൾ ഇവിടെ തന്നെ ലഭിക്കുകയും അതിലൊന്നിൽ 10 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഷിജു എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ ഇവിടെ നിന്നും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യും. രജിത്ത്, ഇത്രയും ദിവസമായിട്ട് പോലും എന്തുകൊണ്ട് പോലീസിന് ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല? ഈ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അന്വേഷണത്തിൻ്റെ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ അമ്മാവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യത്തിലോ അന്വേഷണ സംഘത്തിലോ ഒരു നിഗമനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരത്തിലോ എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ കൂടി ഈ കൊലപാതകത്തിന് കാരണമായോ എന്നുകൂടി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ അമ്മാവൻ അല്ലെങ്കിൽ അമ്മ ഈ ശ്രുതി എന്നീ ആൾക്കാർ ഒക്കെ ഈ കൊലപാതകത്തിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് പുരോഗമിക്കുന്നുണ്ട് എന്നറിയിച്ചത്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള പരാതികൾ പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ കേസിൽ സാമ്പത്തിക തട്ടിപ്പിലാണ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ തന്നെയും മറ്റ് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും അമ്മാവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ പങ്ക് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഒപ്പം ഇവരുടെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളടക്കം പോലീസ് പുറത്തേക്ക് വരുന്നത്, പരാതികളടക്കം ഉണ്ടാകുന്നതും അതിലേക്ക് പോലീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന് ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള മൊഴികളൊന്നും ലഭിച്ചിട്ടില്ല. ആകെ കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശനെയും ചോദ്യം ചെയ്ത സമയത്ത് ഈ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്നും ആ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുക മാത്രമാണ് ചെയ്തത്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അമ്മാവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം നാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ അടക്കം നൽകുകയും ചെയ്യും. അങ്ങനെ അവരെ കസ്റ്റഡിയിൽ വാങ്ങി അമ്മാവന് മാനസികമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇയാൾ ചോദ്യം ചെയ്യലിൽ മൊഴികൾ മാറ്റി പറയുന്നു എന്നത് സംബന്ധിച്ച് പോലീസ് നേരത്തെ തന്നെ വ്യക്തത വരുത്തിയതാണ്. ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കൂടി സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കാണ് പോലീസ് പോകുന്നത്. അതിനുശേഷം മാത്രമേ കൂടുതൽ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കുട്ടിയെ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ മൊഴികളോ സാഹചര്യങ്ങളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് വ്യക്തമായ പങ്കുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർ, ഒരുപക്ഷെ ഇവർ ദേവസ്വം ബോർഡിലേക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവുകളടക്കം ഇവർ വ്യാജമായി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് കൂടി ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്ന് തന്നെയായാലും ഒരേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ അമ്മയുടെ സാമ്പത്തിക തട്ടിപ്പ് കൂടി പുറത്തു വരികയും അത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ, ഈ 2 കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം കുറച്ച് സമയം കൂടി ഇപ്പോൾ പുറത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പുരോഗതി കേസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് SP വ്യക്തമാക്കുന്നതും. നിലവിൽ ഈ 2 കേസുകളും പുരോഗമിക്കുകയാണ്. അതിൽ സാമ്പത്തിക തട്ടിപ്പിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മാവനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മാവൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. പലപ്പോഴായി പല മൊഴികൾ അദ്ദേഹം പറയുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനാൽ തന്നെ അവ കൂടുതലായി പരിശോധിക്കേണ്ടതുണ്ട്. അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അമ്മാവനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകാനും മാനസിക ആരോഗ്യ വിദഗ്ധനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകാനുമാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ചെയ്യുമോ? മാത്രമല്ല അതിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ? അതേക്കുറിച്ച് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മാത്രമല്ല ഈ ശ്രീധുവിൻ്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? നേരത്തെ മന്ത്രവാദിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നും മന്ത്രവാദിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അത് കളവാണെന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടല്ലോ.
തീർച്ചയായും ശ്രീധുവിൻ്റെ പരാതി ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധുവിൻ്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നേരത്തെ 10 ലക്ഷം രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് ജോലിയിൽ വ്യാജ ഉത്തരവുകളടക്കം നൽകി എന്നുള്ള പരാതിയോടുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീധുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീധുവിനെ ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും നെയ്യാറ്റിൻകരയിൽ ജഡ്ജിയുടെ വീട്ടിലെത്തിച്ച് ഹാജരാക്കിയതിന് ശേഷം റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകും. ഇവർക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്, 10ഓളം പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ FIR ഇട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇവർക്ക് അത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ കൂടുതൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസിന് വിലയിരുത്തലുണ്ട്. ആ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂടി ഈ കുട്ടിയുടെ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് SP വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതയിലേക്ക് കടക്കാൻ കഴിയും. കാരണം 4 ദിവസമായിരിക്കുന്നു കുട്ടിയുടെ മരണം സംബന്ധിച്ചിട്ട് പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെ അമ്മാവൻ്റെ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പലതരത്തിലുള്ള മൊഴികൾ ഇയാൾ ആവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസിന് ഈ കാര്യങ്ങളിലൊക്കെയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരുപക്ഷെ ഈ താമസം ഉണ്ടാകുന്നത് എന്നും അവർ പറയുന്നു. കൂടുതൽ പരിശോധനകളും കൂടുതൽ മൊഴികളും കൂടുതൽ തെളിവുകളും ഇനിയും ശേഖരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ മാത്രമേ ഇത് സംബന്ധിച്ച കൊലപാതകം സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.